അല്ല ഗൈസേ, ഉള്ളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അനീഷിൻ്റെ അമ്മ വന്ന് സംസാരിച്ചത് അനീഷിനോട്, നീ ആദ്യം എങ്ങനെയുണ്ടായിരുന്നു കളിച്ചിരുന്നത് അതുപോലെ കളിച്ചാൽ മതിയെന്ന്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിൻ്റെ അർത്ഥം? ഷാനവാസുമായിട്ടുള്ള കമ്പനി വിടണം തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, ഷാനവാസ് ചതിയനാണ്, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ കൂടെ നിന്ന് കളിച്ചാൽ മോനെ അനക്ക് നല്ലതല്ല എന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ? ഇനി ഷാനവാസിൻ്റെ പി ആർ ആൾക്കാർ വന്നിട്ട്, ഓ ഷാനവാസിനെ കുറ്റം പറഞ്ഞു, ഷാനവാസിക്ക ഉയിര് തൈരാണ്, ഷാനവാസ് ചതിയനാണ്. ഇത് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. അവർ കോമ്പ് കാണാനൊക്കെ ഭയങ്കര രസമാണ്, പക്ഷേ അവൻ അവസരവാദിയാണ്. എന്നിട്ട് അതിനിങ്ങനെ ന്യായീകരിച്ച് മെഴുകും. അത് പലപ്പോഴായിട്ട് നമ്മൾ അറിഞ്ഞുള്ളത്. അതുമില്ല പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇതിലാണ്, ഷാനവാസും അനീഷും ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്സാണ് എന്ന് തന്നെ വിചാരിക്കാം. എന്തിനപ്പോൾ അനീഷിന് ഒരാളുടെ കൂടെ നിൽക്കേണ്ട കാര്യം? ബിഗ് ബോസിൽ ലാലേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, ഹൃദയം തുറന്ന് വെക്കൂ അനീഷേ. വൈ? എന്തിന്? അത് അവനെ പരീക്ഷിച്ചതായിരിക്കും. അതായത് അവൻ അങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഗെയിമിനെ അത് ബാധിക്കുമോ, ആൾക്കാരത് എങ്ങനെ എടുക്കണോ, അവന് ചിലപ്പോൾ പുറത്താക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അവനതിൽ വീണ് എന്ന് പറയാം. വീണില്ല ലെവലിൽ എപ്പം നിൽക്കണം. എന്തിനും അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മതി. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ എന്താ പറയുക, അനീഷിന് ഭയങ്കര വീറും വാശിയുണ്ടായിരിക്കും. ഇത് വേറൊരാൾ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ അയാളുടെ പരിഗണന, അയാൾക്ക് വിഷമാവുക വിചാരിച്ചിട്ട് ഈ സംഗതികളൊക്കെ വരും. പിന്നെ അവനും വിഷമാവും പിന്നീട്. അത് അവൻ്റെ ഗെയിമിനെ ബാധിക്കുന്നുണ്ടായിരിക്കും അനീഷിന്. എന്തിനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഒരു അമ്മയ്ക്കത് മനസ്സിലാവും, വൈബ് മനസ്സിലാവും. എത്ര ചക്കരയാട് എന്ന് പറഞ്ഞാലും അവനവൻ്റെ ഗെയിം വൃത്തിയായിട്ട് കളിക്കുക, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അനീഷിനാണ് ഗൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് അവൻ ഷാനവാസിൻ്റെ കൂടെ നിന്നിട്ട് ഐ ലവ് യു പറഞ്ഞു, കെട്ടിപ്പിടിച്ചോ, തലകുത്തി പറഞ്ഞു, അതൊന്നും ഇവിടെ വിഷയമല്ല. ഒറ്റയ്ക്ക് നിന്ന് നിൽക്കുമ്പോൾ മൂപ്പർക്ക് എല്ലാവരോടും ഒരു എമ്പതിയും മിനിമം റെസ്പെക്റ്റും സ്നേഹമൊക്കെ ഉണ്ട്. അത്ര കൂടും, അത് വേറെ കാര്യം. പിന്നെ ഇപ്പോൾ എല്ലാവരും അവിടെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ പോയത്, നന്മമരം കളിക്കാൻ. ഉള്ള നന്മയൊക്കെ മതി, ഇപ്പം അടിപൊളിയായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ബെറ്റർ ആവുമെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ എന്താ വെച്ചാൽ വീറും വാശിയും കൂടും. വേറെ ആളെ പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് വെച്ചാൽ അവർക്ക് വിഷമം, അവർക്ക് സങ്കടമാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അപ്പോൾ നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് പല അഭിപ്രായങ്ങളും പറയാനും നിലപാടുകൾ എടുക്കാനും ഇടപെടാനും സാധിക്കും അനീഷിന്. അങ്ങനെയുള്ള ഒരുത്തനെയാണ് ഞാൻ അങ്ങനെയുള്ള ഒരുത്തനെയാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ അവൻ അവിടെ മിസ്റ്റേക്കുകൾ വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല. എന്തപ്പോൾ ഇത് മനുഷ്യനല്ലേ? അവനിപ്പോൾ ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യുന്നു പോകുന്നുണ്ടോ? ഞാൻ കാണിക്കുമ്പോഴല്ലേ അതപ്പോൾ നോക്കാം. പിന്നെ വേറെ കണ്ടു, ഓനൊരു കോമണറായിട്ട് നിന്ന് കളിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റിയുടെയും സപ്പോർട്ട് വേണ്ട. കോമണറായിട്ട് നിന്ന് കളിച്ചത് ചരിത്രമാണിത്. കോമണറായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് കളിച്ച് എല്ലാവരും അവനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്ത് തേങ്ങ ചെയ്യുകയാണെങ്കിൽ, അവൻ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രമാണത്, ബിഗ് ബോസ് ചരിത്രം. ആ പൊട്ടനത് മനസ്സിലാവുന്നുണ്ടോന്നാവും അനീഷിന്. പൊട്ടെന്നൊക്കെ വിളിക്കുന്ന സ്നേഹം കൊണ്ടാണ് കേട്ടോ, നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് അനീഷാണ്. അനീഷ് മാത്രമൊന്നല്ല, കൂടുതലും ഇപ്പോൾ അനീഷ് എന്തായാലും എൻ്റെ ഫേവറേറ്റ് 3 കണ്ടസ്റ്റൻസിൽ ഒരാൾ അനീഷാണ്. അത് തുടക്കം മുതൽ ഫസ്റ്റ് ദിവസം മുതൽ അങ്ങനെയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഓരോരുത്തർ ഇടപെടൽ കണ്ടു വെക്കുക എന്താ സംഭവം എന്ന്. എല്ലാവരും അവനെ പൊട്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് ശരിക്കും അവനെ പൊട്ടനാണ്, മണ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോഴും ഞാൻ പറയണ്ടത് അവൻ പൊട്ടനാണെന്നുള്ള സ്വയം കാണിക്കുന്നത് അത് അങ്ങനെയല്ല, അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുന്നത്. അതിലൂറൊക്കെ അവൻ എത്രത്തോളമാണ് വേർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിമം റെസ്പെക്റ്റ് കൊടുക്കാണ്ടില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ മുത്തുമണി അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്നാണ് അനീഷിൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം. ബാക്കിയുള്ളവരൊക്കെ സെലിബ്രിറ്റികൾക്ക് അവരൊന്നും ഒരു പരിചയമില്ലാത്ത പോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു കേസ്. ഞാൻ അതൊരു ഗോസിപ്പ് സംസാരിക്കണ പോലെ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ അവരെക്കുറിച്ച് ഗോസിപ്പ് പറയുന്ന പോലെ ആയിരിക്കും. സെലിബ്രിറ്റി അല്ലാത്ത ഒരാളുടെ അമ്മയാണല്ലോ. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ കോമണറാ വേണ്ടതല്ല, അവൻ നല്ല അടിപൊളിയായ സ്റ്റഫുള്ള ആളാണ്. സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഞ്ചാവ് നല്ലട്ടോ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നല്ല കഴിവുള്ള ഒരുത്തന്നെ. അവൻ എഴുത്തുകാരനാണ്. അവൻ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ അടിച്ച് പൊളിച്ച് റാങ്ക് ലിസ്റ്റിലൊക്കെ കയറിയിട്ട് കുറേ കൊല്ലം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്, കൃഷിക്കാരനാണ്, പച്ചയായ മനുഷ്യനാണ് അല്ലേ. ഇപ്പോൾ ബാക്കിയുള്ളവരെന്താ നീലക്കാരും ചുവപ്പുകാരാണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഞങ്ങൾ പറഞ്ഞു വരുന്നത്, മണ്ണിലിറങ്ങി പണിയെടുക്കണവനാ. അതേപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ഇതിലൊക്കെ ധാരണയുള്ള മനുഷ്യനാണ്, ഇതിൽ ജോലി ചെയ്ത മനുഷ്യനാണ്, പലതരത്തിലുള്ള ആളുകൾ കണ്ട ആളാണ്. ഒരു എഴുത്തുകാരെന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. പിന്നെ അവന് കത്തറുണ്ടാക്കാനും അറിയാം, ഗ്രാമത്തിൽ നിന്നാണ് വരണത്. അപ്പോൾ അതിൻ്റെ നല്ലതും ആയിട്ടുള്ള വലിയ സംഭവം റോ ആയിട്ടുള്ള സംഗതികളൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അനീഷിനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അനീഷ് പൊളിച്ചെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത് ഷാനവാസ് ആയാലും ശരി, ലാലേട്ടനായാലും ശരി, ബിഗ് ബോസ് ആയാലും ശരി. പോട്ടടാ, അന്നപ്പോൾ എല്ലാവരും കൂടി ഇവിടെ തൂക്കിയെടുത്ത് വലിച്ചിറങ്ങിയാൽ പോട്ടെ പുല്ലി, നമ്മൾ പുറത്തുണ്ട്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും അല്ലേ ഗൈസ്? നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂലേ? അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ രജിത് സാറിന് ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതാണ്. അതിനെയൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിക്കും. അഖിൽമാരെയൊക്കെ വലിയ രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരാളാണ് അനീഷ് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ഇതുവരെ ഉണ്ടായ സീസണുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ അഖിൽമാരാറാണ്, ഒരാൾ സാബുമാൻ. ഇപ്പോഴത്തെ സാബുമാനല്ല കേട്ടോ, സാബുമോൻ. അതേപോലെ തന്നെ അനീഷും ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരുന്നതാണ് ഗൈസ് എനിക്ക് തോന്നണത്. എന്തായാലും അടിപൊളി, അനീഷ് പൊളിച്ചെടുക്കും എന്നാണ് ഗൈസ് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നത്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒറ്റയ്ക്ക് അനീഷ് എന്ന് കളിക്കുന്നതാണോ ഷാനവാസിൻ്റെ കൂടെ കൂടിയിട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ കൂട്ടി കളിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.